ഈശോയുടെ കൂട്ടായ്മയിലെ എല്ലാ സ്നേഹം നിറഞ്ഞ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നോമ്പിൻ്റെ 3-ാം ദിവസം ദൈവപരിപാലനയിൽ നിന്നുകൊണ്ട് ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ആ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഈ നിമിഷം ദൈവം നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കുമ്പോൾ ആ വചനം നമുക്ക് വിശ്വാസത്തോടെ ഏറ്റെടുക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജോബിൻ്റെ പുസ്തകം 37-ാം അധ്യായം 23-ാം തിരുവചനം. സർവശക്തൻ നമുക്ക് അദൃശ്യനാണ്, ശക്തിയിലും നീതിയിലും അവിടുന്ന് ഉന്നതനാണ്. അവിടുന്ന് ഉദാരമായ നീതി നിർവഹണത്തിന് ഭംഗം വരുത്തുന്നില്ല. ദൈവമായ കർത്താവ് അദൃശ്യനാണ്. ആ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. എങ്കിലും അവിടുന്ന് ശക്തിയിലും നീതിയിലും ഉന്നതനായ ദൈവമാണ്. ആ ദൈവത്തെക്കാട്ടിൽ വലിയവനായി വേറെ ആരും ഈ ഭൂമിയിലില്ല. ആ ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ നിഷ്കളങ്കതയോടെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ആ ദൈവം നിന്നെ സഹായിക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ നിൻ്റെ മുന്നിലും പിന്നിലും നിൻ്റെ തലയ്ക്ക് മുകളിലും നിന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. ആ ദൈവം നീതി നടത്തിത്തരുന്നതിന് ഒരു കുറവും ഒരു താമസവും വരുത്തുന്നില്ല. ആ ദൈവത്തോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. ഈ 50 ദിവസം നോമ്പെടുക്കുമ്പോൾ ദൈവമേ, നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. നീയാണ് എന്നെ നയിക്കുന്നത്. ആട്ടിടയൻ തൻ്റെ ആടുകളെ നയിക്കുന്നത് പോലെ നീ എൻ്റെ മുന്നേ നടന്ന് എന്നെ നടത്തുന്നതിന്, എനിക്ക് വഴികാട്ടുന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ആ ദൈവത്തെ നമുക്ക് അനുഗമിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾക്ക് പ്രത്യേകമായി ഈ ലോകത്തിലുള്ള എല്ലാ വൈദികരെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, തിന്മയ്ക്കെതിരെ പോരാടുമ്പോൾ അവർക്ക് ബലം കിട്ടുവാൻ നമ്മളല്ലാതെ ഈ ഭൂമിയിൽ വേറെ ആരുമില്ല പ്രാർത്ഥിക്കുവാൻ. ഈ ദിവസം വൈദികർക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. വൈദികനെ കാണുമ്പോൾ ക്രിസ്തു തന്നെയാണ് ബലിയർപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ വൈദികനിലൂടെ ബലിപീഠത്തിൽ നടക്കുന്ന ബലിയർപ്പണം ക്രിസ്തു നിറവേറ്റുമ്പോൾ ആ വൈദികൻ വീഴാതിരിക്കുവാൻ, ആ വൈദികന് എല്ലാ ശക്തിയും ലഭിക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മുന്നിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ വൈദികന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിലുള്ള
എല്ലാ വൈദികരെയും ഇന്നത്തെ ദിവസം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം സൃഷ്ടിച്ചതാണ് അവരെല്ലാം. അവരെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ദർശനങ്ങളാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ദൈവം അവരെ ഈശോയുടേതാക്കി മാറ്റട്ടെ. ഈശോയ്ക്ക് വേണ്ടപ്പെട്ട മക്കളാക്കി അവരെ ദൈവം ഏറ്റെടുക്കട്ടെ. ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സമാധാനത്തിൻ്റെ ദൂതനായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.